നമസ്കാരം. യൂറോപ്പ് വാർത്താ വിഷനിലേക്ക് സ്വാഗതം. 2025 ജൂലൈ 19 പോളണ്ടിൽ വൻതോതിൽ കുടിയേറ്റത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ അരങ്ങേറിയിട്ടുണ്ട്. ഈ രംഗം ഇപ്പോൾ യൂറോപ്പിന്റെ രാഷ്ട്രീയ ഭാവിയെ തന്നെ മാറ്റിയേക്കാവുന്നതായാണ് വിശകലനം. സെഗ്മെന്റ് 1 സമരത്തിന്റെ പൂർണ്ണ വിവരം. സ്റ്റോപ്പ് എമിഗ്രേഷൻ എന്ന മുദ്രാവാക്യത്തിൽ കൺഫെഡറേഷൻ ലിബർട്ടി ആൻഡ് ഇൻഡിപെൻഡൻസ് പാർട്ടി നയിച്ച് പോളണ്ടിന്റെ 80-ലധികം നഗരങ്ങളിൽ വൻ മാർച്ചുകൾ നടന്നു. വോസോ, ക്രാക്കൌ, പോസ്നാൻ, റോക്ലോ, ബിയാലസ്റ്റോക്ക് തുടങ്ങി മുഖ്യ നഗരങ്ങളിലേക്ക് ആയിരക്കണക്കിന് പ്രതിഷേധക്കാർ തെരുവിലിറങ്ങി. സെഗ്മെന്റ് 2 സമരക്കാരുടെ പ്രധാന ആവശ്യങ്ങൾ. 1. ലിതുവാനിയ, ഉക്രൈൻ, ബെലാറൂസ്, ജർമ്മനി, സ്ലോവാക്യ എന്നിവയുമായുള്ള അതിർത്തികൾ അടയ്ക്കണം. 2. പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് രാജിവെക്കണം. 3. അനധികൃതമായി അതിർത്തി കടക്കുന്നവരിൽ സൈന്യത്തിന് വെടിവെക്കാൻ അനുമതി നൽകണം. സെഗ്മെന്റ് 3 നേതാക്കളുടെ പ്രസ്താവനകൾ. കോൺഫെഡറാക്കിയ നേതാവ് ക്രിസ്റ്റോഫ് ബോസക് തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു, കൂടുതൽ അനധികൃത കുടിയേറ്റം നിയന്ത്രിക്കാതെ പോളണ്ടിന്റെ സുരക്ഷ തകരും. അതിന് അതിർത്തി കർശനമാക്കണമെന്നും സൈന്യത്തെയും അതിർത്തി ഗാർഡിനെയും ശക്തിപ്പെടുത്തണമെന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നു. സെഗ്മെന്റ് 4 അതിർത്തി നിയന്ത്രണങ്ങൾ. ഇത് കൂടാതെ 2025 ജൂലൈ 7 പോളണ്ടിൽ ജർമ്മനിയുമായി 52 പാസിംഗ് പോയിന്റുകളിൽ, ലിതുവാനിയയുമായി 13 ഇടങ്ങളിൽ കർശന നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വന്നു. സെഗ്മെന്റ് 5 രാഷ്ട്രീയ പരിണാമഭാവവും തെരഞ്ഞെടുപ്പു ഫലം. 2025 മെയ് മാസത്തിലെ പ്രസിഡന്റിയൽ തിരഞ്ഞെടുപ്പിൽ വലതുപക്ഷ നേതാക്കൾ സ്ലാവുമിയ മെൻസൻ 3-ാം സ്ഥാനം, ഗ്രെഗോർസ് ബ്രോൺ 4-ാം സ്ഥാനം നേടി. ഇവരുടെ കുടിയേറ്റ വിരുദ്ധ നിലപാട് ഈ വിജയത്തിന് പിന്നിലാണ്. സെഗ്മെന്റ് 6 യൂറോപ്യൻ യൂണിയൻ ആസൂത്രണങ്ങൾ. 2025 ജൂലൈ 18 ജർമ്മനി ഉൾപ്പെടെ 6 യൂറോപ്യൻ രാജ്യങ്ങൾ ചേർന്ന് പുതിയ അഭയാനയ കർശന രൂപരേഖ രൂപപ്പെടുത്താൻ ധാരണയായി. ജർമ്മൻ ചാൻസലർ ഫ്രിഡറിക് മെർസ് അഭിപ്രായപ്പെട്ടു, കൂടുതൽ പോളണ്ട് അതിർത്തി നിയന്ത്രണങ്ങൾ നടപ്പിലാക്കുന്നതിൽ അഗ്രഗണ്യമാണ്. സെഗ്മെന്റ് 7 കുടിയേറ്റ അനുമതിയിൽ ഗവൺമെന്റ് കട്ടിംഗ്. 2024 പോളണ്ടിന്റെ ആഭ്യന്തര മന്ത്രാലയ കണക്കുകൾ പ്രകാരം കൂടുതൽ 2021 നോട് താരതമ്യത്തിൽ 40% കുറവാണ് പ്രത്യേക സംരക്ഷണ അനുമതികൾ നൽകിയത്. സെഗ്മെന്റ് 8 പ്രതിപക്ഷ പ്രതിഷേധങ്ങൾ. ഇതിനു ഒപ്പം വോസോ, കാറ്റോവിസ, ഓസ്റ്റൻ എന്നിവിടങ്ങളിൽ ഇടതുപക്ഷ പ്രവർത്തകരും മനുഷ്യാവകാശ സംഘടനകളും പ്രതിഷേധിച്ചു. മറിയ ഷിയാസക് പറഞ്ഞു, ഇത് വെറും പോളണ്ടിന്റെ പ്രശ്നമല്ല, യൂറോപ്യൻ മാനവികതയുടെ അടിസ്ഥാന തത്വമാണ്. എല്ലാവർക്കും ഇവിടെ ജീവിക്കാൻ അവകാശമുണ്ട്. പോളണ്ടിൽ കുടിയേറ്റ വിഷയങ്ങൾ വലിയ രാഷ്ട്രീയ തലത്തിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. സുരക്ഷയും മനുഷ്യാവകാശവും തമ്മിലുള്ള ഈ സംഘർഷം അടുത്തുള്ള യൂറോപ്യൻ തെരഞ്ഞെടുപ്പുകളിലും കുടിയേറ്റ നയങ്ങളിലുമുള്ള മാറ്റങ്ങളിൽ വലിയ സ്വാധീനമുണ്ടാക്കും. കൂടുതൽ അപ്ഡേറ്റുകൾക്കും വിശകലനങ്ങൾക്കും യൂറോപ്പ് വാർത്താ വിഷൻ സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ഐക്കൺ അമർത്തൂ.